ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ചോറ് കൊടുക്കലാണ്. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടല്ലൂർ കുമ്പിടി ഭാഗത്തെ പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവിയുടെ അമ്പലത്തിലാണ് കൊടുക്കുന്നത്. പന്നിയൂർ അമ്പലം പറഞ്ഞാൽ തന്നെ 10 അമ്പലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ചോറ് കൊടുക്കാമെന്നൊരു വഴിപാട് ഞങ്ങൾ ഇട്ടായിരുന്നു. അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളിവിടെ ധാരാളം അന്യദേശത്തു നിന്നും ധാരാളം ആൾക്കാരും കൂടി വരും. ഭൂമിദേവിയുടെ ഒരു അമ്പലമാണ്, വരാഹമൂർത്തിയാണ്. ചോറൂണിൻ്റെ റെസിപ്പി ഞങ്ങളെടുത്തു. ചോറ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറുമ്പി ഡ്രസ്സൊക്കെ മാറി പാവമുണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ആദ്യം ഒറ്റ നാണയം എടുത്തിട്ട് കുട്ടീനെ 7 വട്ടം ഒഴിഞ്ഞിട്ട് നിലവിളക്കിൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ നിലവിളക്കിൻ്റെ അടുത്ത് ഒഴിഞ്ഞിട്ട് വെച്ചു. കുട്ടിക്ക് പുണ്യാഹം കൊടുക്കുകയാണ്. ഏട്ടൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ കുറിയിടാൻ ഭയങ്കര മടിയാണ്. ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. അങ്ങനെ മധുരമില്ലാത്ത നിവേദ്യവും പിന്നെ പായസവും പുളിങ്ങിയും നെയ്യൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത്. അച്ഛൻ ആദ്യം 3 വട്ടം കൊടുത്തു. ഇനി ഞാനാണ് 3 വട്ടം കൊടുക്കുന്നത്. എനിക്ക് ശമ്പളം പണിഞ്ഞിരുന്ന് കൊടുക്കാൻ വയ്ക്കണില്ല, തടിയുള്ള കാരണം. അപ്പോൾ കാലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് 3 വട്ടം ഞാനും കൊടുത്തു. പിന്നെ അമ്മ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 3 വട്ടം കുട്ടിയുടെ വായയ്ക്ക് ചോറ് വെച്ച് കൊടുത്ത്. നമുക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട്. അങ്ങനെ ചോറ് കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവുകയാണ്. ആദ്യം അങ്ങനെ 10 അമ്പലമാണ്. അപ്പോൾ പുറത്തൊക്കെ ഓരോ അമ്പലങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ഞങ്ങൾ തൊഴുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഭംഗി കണ്ടില്ലേ, ചുറ്റോറം നിറയെ ആല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് പന്നിയൂർ അമ്പലം. വരാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് തൊഴുത് പോവുക നല്ലതാണ്. ഭൂമിദേവി ആയതുകൊണ്ട് തന്നെ പല ദേശത്തുനിന്ന് ആൾക്കാർ മണ്ണ് പൂജിക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാരെ വരവ് കാരണം, അന്യദേശത്തൊക്കെ വരുന്നത് കാരണം ഇവിടെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട് താമസിച്ച് തൊഴാനൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങാണ്. പെരുന്തച്ഛൻ്റെ ഉള്ളി, അതേപോലെ മുഴക്കോലൊക്കെ ഈ അമ്പലത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണ് കൊണ്ടുപോകാൻ പാടില്ല. അത് ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ തൊഴുത് അവസാനം യക്ഷി ഇരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് തൊഴുകയാണ്. നല്ല തണലും മരങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ചുറ്റോറം നടന്ന് വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാവരും പോവുകയാണ്.
എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. താങ്ക് യു.